എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. രാവിലെ എഴിച്ച് കുളിച്ച് റെഡിയായി പല്ല് തേച്ച് നല്ല ആഹാരം കഴിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ നോക്കി. എന്താ പ്രശ്നം? എന്താ എന്താ പരിപാടി? എന്താ സംഭവം? ഇന്ന് വെളുപ്പിന് 4 മണിയാകുമ്പോ എന്നെ തൂക്കിക്കൊല്ലും. പക്ഷെ ഈ തൂക്കിക്കൊല്ലുള്ള ആരാച്ചാരും വന്നിട്ടില്ല, ഇതുവരെ സൂപ്രണ്ടും വന്നിട്ടില്ല. മിക്കവാറും ഞാൻ സ്വന്തമായിട്ട് തൂങ്ങി ചാവേണ്ടി വരുമെന്നാണ്. എന്തൊരു കഷ്ടം നോക്കുന്നത്, കഷ്ടം പിടിച്ച് ഏർപ്പാട്. കാര്യങ്ങൾ സെറ്റ് തന്നെ. മനസ്സിലായില്ല? ആരാച്ചാരാന്ന് അതങ്ങ് പറഞ്ഞാ പോരെ. അത് പറയാൻ നീ സമ്മതിക്കണല്ലോ. ആരാ വെച്ചോണ്ടിരുന്ന അങ്ങനെ ആരാച്ചാരാന്ന് കേറ് ബാ. എന്നെ അപ്പൊ നിങ്ങളാണല്ലേ എന്നെ ഇന്ന് തൂക്കിക്കൊല്ലാൻ പോകുന്നത്. അയ്യോ, ഗോൾഡൻ മഞ്ചടിച്ച സന്തോഷം. അതെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് സന്തോഷമായിട്ടിരിക്കണം, അതാണ് ഒരു വൈബ് ആണല്ലേ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എന്ത് പറയാൻ പറ. നെയ്യെടുത്തായിരുന്ന പിന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആദ്യത്തെ ഒരാഴ്ച ഇടിച്ച് നെയ്യെടുത്തല്ലൂടെ ഇട്ടില്ല. എടാ, അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ കയറിൽ തേക്കാൻ നെയ്യെടുത്താന്ന്. കയറിൽ നെയ്യ് തേക്കൂ? പിന്നെ ഇത് സുഖിച്ച് നിനക്ക് മരിക്കണ്ടേ? അല്ലാതെ എങ്ങനെ നീ മരിക്കുന്ന? ഇത് സുഖിച്ച് തേക്കണമെങ്കിൽ നെയ്യ് തേക്കണം. വേദന എടുക്കൂ? വേദന എടുക്കും. അയ്യോ, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഇതിനകത്ത് കിടക്കുന്ന ആളല്ലേ, അപ്പൊ ഞാൻ എന്തിനാ നെയ്യ് കൊണ്ടുവരണം? ഇതൊക്കെ ഇവരല്ലേ തരേണ്ടത്. സർക്കാരിന് അതിനുള്ള അനുമതിയില്ല. നെയ്യ് നിനക്ക് സുഖമായിട്ട് മരിക്കണമെങ്കിൽ നീ നെയ്യ് കൊണ്ടുവരണം. സർക്കാരിന് അതിനുള്ള അനുമതിയില്ല. ഇതെന്തോ നിയമമാണെന്ന്. മൊത്തത്തിലെ നിയമങ്ങളും കുളമാണ്. ഈ നിയമങ്ങളൊക്കെ മാറ്റേണ്ട അവസ്ഥയാണ്. നിയമം മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലേ? പിന്നല്ലാതെ ഞാൻ വല്ല അധികാരത്തിൽ വേണമായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ ഫസ്റ്റ് ഞാൻ എടുത്തങ്ങ് മാറ്റിയാണ്. പിന്നെ അതെന്ത് നേരെ 9 +2. അതെന്തിന്? 4 പ്രാവശ്യം എഴുതിയടാ. ഒരു അറ്റം കൊണ്ട് പോലും ജയിച്ചില്ലെന്ന്. നമുക്ക് ദേഷ്യം വരൂല്ലേ? എടുത്ത് കളയണത്. ഇതൊക്കെയാണോ മാറ്റങ്ങൾ? പിന്നെ മാറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണല്ലോ, വികസനം കൊണ്ടുവരണം. ഞാനെങ്ങാനും അധികാരത്തിലും അല്ല ഇരുന്നിരുന്നെങ്കിൽ നല്ല കിടിലം മാറ്റങ്ങൾ വരുത്തിയാണ്. എന്ത് ടോളെടുത്ത് കളയും. നല്ല കാര്യം. സത്യം പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് നീ പറഞ്ഞ സത്യം. എവിടുത്തെ ടോളാണ് എടുത്ത് കളയുന്ന? ഞാൻ ഈ ഹോർമോസ് കടലെടുക്കിലെ ടോളെടുത്ത് കളയും. എവിടുത്തെ? ഹോർമോസ് കടലെടുക്കിലെ ടോളെടുത്ത് കളയും. ഇടവ താമസിക്കുന്ന നീ ഇറാനിലുള്ള ഹോർമോസ് കടലെടുക്കെടുത്ത് കളഞ്ഞിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ? വെയിറ്റ് നോക്കിയായിരുന്നു നിന്റെ? വെയിറ്റ് നോക്കിയായിരുന്നു? എനിക്കെന്തിന് വെയിറ്റ്? ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ എന്നെ തൂക്കിക്കൊല്ലും. ചാവാൻ കിടക്കണം. ഞാനെന്തിന് വെയിറ്റ് കാണിക്കണം? നിങ്ങൾക്ക് വെയിറ്റ് കാണിക്കാം. ഒരാളെ കൊല്ലാൻ വന്നതാണ്. ഇച്ചിരി വെയിറ്റ് ഒക്കെ ആയിട്ട് ഇല്ല. അതല്ല പറഞ്ഞ ഫുള്ള് നിന്റെ ബോഡി വെയിറ്റ് ചെക്ക് ചെയ്തായിരുന്നോ? ബോഡി വെയിറ്റ് ചെക്ക് ചെയ്യണോ? അതെന്തിന്? ബോഡി വെയിറ്റ് ചെയ്തൊക്കെ ഏതെങ്കിലും തൂക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചുമ്മാ അതിനൊന്നും സമയമല്ലോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. തൂക്കിക്കൊല്ലാൻ പറ്റുമോ? അല്ലല്ല, സൂപ്രണ്ട് പറഞ്ഞു. കാര്യം അങ്ങനെയാണ്. അതെന്താ സാറേ? അല്ല, എന്നെക്കാൾ പൊക്കവും വണ്ണമുള്ള ആരെ കണ്ടാലും ഞാൻ സല്യൂട്ട് അടിക്കും. സാറേ, ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞിരിക്കട്ടെ, വെളിയിൽ പറയരുത്. എനിക്കാണ് നാണക്കേട്. ഇത് നീ പറഞ്ഞപ്പോ എനിക്കും ഒരു നാണക്കേട് പോലെ. സാർ എന്ത് പണിയാ കാണിച്ചത്? ഒരു ഉത്തരവാദിത്തം വേണ്ടേ? എത്ര സമയം കൊണ്ട് ഞാനും ഇങ്ങേരും കൂടെ പോസ്റ്റ് ആയിട്ട് നിൽക്കണമെന്നറിയാം. ചേട്ടാ, വെളുപ്പിന് 5 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഈ യൂണിഫോം തേച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഭാര്യ പുറകിൽ നിന്ന് വിളിച്ചിട്ട് പറയുവാണ്, നിങ്ങൾ പോകുന്നതിന് മുമ്പ് വീട്ടിലെ അടുക്കളയിലെ പണി എല്ലാം ചെയ്ത ടൈലൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് പോയാ മതിയെന്ന്. അയ്യേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സംഭവം ഓർത്തു കഴിഞ്ഞാൽ വൃത്തികെട്ട പരിപാടിയാ. പക്ഷെ ഒരു കാര്യം, ഒരു കുടുംബ ജീവിതത്തിൽ ഈക്വാലിറ്റി ഉണ്ട്. കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ഭാര്യയെ സഹായിക്കാം. കുറച്ച് ജോലിയാ? എടാ, ഇതൊക്കെ ചെയ്യുന്ന മുമ്പേ ചന്തയിൽ പോയി മീൻ മേടിച്ച് വെട്ടി കറി വെച്ച് പുട്ടും പുഴുങ്ങി തേങ്ങയും ചിരണ്ടി വെള്ളവും കോരി വെച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവള് പുറകിൽ നിന്ന് വിളിച്ച് പറയുന്നത് ഈ പണി കൂടെ ചെയ്തിട്ട് പോയാ മതിയെന്ന്. ദേഷ്യം വരുത്തില്ലടാ. ആർക്ക്? അവക്ക്. അതെന്തിന്? ഇതൊക്കെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അടുക്കളയിൽ 1 man show ആണല്ലേ സാറേ? ചെയ്യിപ്പിച്ച് ഞാനും ഇതൊക്കെ തന്നെ. കാലോടെ വെള്ളം കോരി വെച്ചിട്ടാണ് വന്നേക്കുന്നത്. അതൊക്കെ പോട്ടെ. ഇവന്റെ പിന്നെ പൊക്കം നോക്കിയായിരുന്നോ? ഇവന്റെ ഹൈറ്റിന്റെ ഇതെടുത്തായിരുന്നോ? ഹൈറ്റ് എന്തോ സാറേ? സാറിന്റെ തൊപ്പി മാറ്റിയാൽ സെയിം ആയിരിക്കും രണ്ടുപേരും. അതല്ല, എനിക്ക് എന്റെ ഹൈറ്റ് എനിക്കറിയാം. 170 സെന്റിമീറ്റർ. നീ പറഞ്ഞാ പോരാ, ഇതിനൊക്കെ നിയമമുണ്ട്. ഹൈറ്റ് നോക്കടോ. അല്ല, ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്ത്? ഇക്ലി. എവിടെ താമസം? എവിടെ? ഞാൻ മുട്ടം മറ്റേ ഇതുണ്ടല്ലോ മെട്രോ, അതിന്റെ അവിടെ. പില്ലർ നമ്പർ 22. പില്ലർ നമ്പർ എവിടെ കണ്ടിട്ടുണ്ട്? അതൊന്നും പറയല്ല. എന്റെ കല്യാണം പോലും കഴിച്ചിട്ടില്ല. അതിന്റെ ഇക്ലിയാണ്. പിന്നല്ലാതെ കല്യാണം കഴിച്ചിട്ടില്ല, അതിന്റെ ഇക്ലിയാണ്. അളവെടുക്കാൻ സമ്മതിക്കില്ലെന്ന് പുള്ളി. വെളുപ്പിലെ 4 മണി കഴിയുമ്പോ ഇവന്റെ ഇക്ലി മാറും. സാറ് എന്താ പറയുക? എനിക്ക് സമയം പോകുന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എടാ, 4 മണിക്ക് കഴിയുന്ന കറക്റ്റ് ടൈമാണ്. ഇതിനൊക്കെ റൂളുണ്ട്. 4 മണിയാകുമ്പോ നിന്നെ കറക്റ്റ് ആയിട്ട് തൂക്കും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാ പിന്നെ തൂക്കാൻ പറ്റത്തില്ല. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ കേസ് കെട്ട് എങ്ങനെയായിരുന്നടാ? വിവരമുണ്ടോ സാറേ?
10-15 വർഷമായിട്ട് ഇതിനകത്ത് കിടക്കുകയാണ് അടച്ചിട്ടിങ്ങനെ. എനിക്ക് അവിടെ നിന്ന് കേസ് ഇട്ടുണ്ടാവാൻ വെളിയിൽ കൂടെ നടക്കണം. നിങ്ങൾക്കല്ലേ കേസ് ഇട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കേസ്. എന്റെ കേസ് ഇട്ട് നീ പറയേണ്ട കാര്യം എന്താ? എനിക്ക് ഒരാളെ ഉള്ളു, പത്തനിപ്പാലം ബീന, അതെന്റെ ഭാര്യ. എടാ, എന്തൊക്കെ വിവരങ്ങളാണ് വിളിച്ച് പറയുന്നത്? കേസ് ഇട്ട് തുറന്ന് പറ. എന്റെ ദൈവമേ, അതല്ല പറഞ്ഞത്. പിന്നെ? ശ്ശോ, ഇവൻ ഇവിടെ പ്രതിയാകാൻ കാര്യമുണ്ട്. ഇവരുടെ കേസ് ഉണ്ടാവുമല്ലോ. ആ കേസ് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ കേസൊന്നും അറിയാതെയാണോ തൂക്കി കൊല്ലാൻ പോണത്? എടാ, ഇതൊക്കെ എഴുതി ഒരു ഫയലിനകത്ത് സൂക്ഷിച്ചാണ്. ഏതോ വൃത്തികെട്ട പോലീസുകാരൻ ഉണ്ണിയപ്പം പൊതിഞ്ഞോണ്ട് പോയടാ ആ പേപ്പറിനകത്ത്. ആ പോലീസുകാരനെയാണ് ആദ്യം തൂക്കി കൊല്ലാനുള്ളത്. പിന്നെ കേസ് അറിയണം, അത്രയല്ലേ ഉള്ളൂ. കേസ് പറ, നീ കേക്കട്ടെ. അമ്മ, എന്റെ അമ്മ എന്നെ കുളിപ്പിക്കുമായിരുന്നു, എനിക്ക് ആഹാരം തരുമായിരുന്നു, എന്നെ താരാട്ട് പാടി ഉറക്കുമായിരുന്നു. പിന്നെ ബാക്കിയുള്ള അമ്മമാരെല്ലാം ചാക്കി കെട്ടിയിട്ട് മക്കളെ അടിക്കണോ ചെയ്യുന്നത്? എടാ, ചുമ്മാ ഇരിക്കടാ. എല്ലാ അമ്മമാരും ചെയ്യുന്നല്ലേ. എടാ, നീ ഇതിന്റെ ഇടയിൽ കയറി കൊളവാക്കല. അവൻ കഥ പറയട്ടടാ. അവന്റെ കേസ് അറിഞ്ഞാലേ എനിക്ക് ഫയൽ ശരിയാക്കാൻ പറ്റുള്ളൂ. എടാ, 4 മണിക്ക് മുമ്പ് ഇവനെ തൂക്കണം. ഇവിടെ എനിക്ക് തൂക്കിയിട്ട് പോണം സാറേ. തൂക്കിയിട്ടിട്ട് എവിടെ പോണ? നീ തൂക്കിയിട്ട് പോയാ മതി. നീ ഞാൻ പറയണോ വേണ്ടേ? അയ്യോ അനിയാ, പറയാ നീ. അങ്ങനെ എന്റെ അമ്മ എന്നെ താരാട്ട് പാടി ഉറക്കുമായിരുന്നു. അങ്ങനെ പാടി ഉറക്കി അങ്ങനെ ഞാൻ അങ്ങ് വളർന്നു. അങ്ങനെ വളർന്ന് വലുതായപ്പോഴേക്ക് എന്റെ അച്ഛന് ആസ്മ. നീ വളരണ്ടായിരുന്നടാ. എന്തിനാടാ നീ വളർന്നത്? അങ്ങേർക്ക് ആസ്മ വരത്തില്ലായിരുന്നടാ. ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ പറയില്ല. അല്ല, നിങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് വാ മാഷെ, നമുക്ക് തൂക്കി. പിണങ്ങലടാ, സമയം കൊണ്ട് 4 മണി കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. എന്റെ പറയട്ടെ. അങ്ങനെ ഞാൻ വളർന്ന അച്ഛന് ആസ്മ വന്നു. ആസ്മ വന്നപ്പോ ഞാൻ പറഞ്ഞു, അമ്മ അച്ഛനെ ഹൈദരാബാദിൽ കൊണ്ടുവന്ന് മീൻ വിഴുങ്ങിച്ച് കഴിഞ്ഞാല് ഈ ആസ്മ മാറുമെന്ന്. തന്നെ ഹൈദരാബാദിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ. അതെ അതെ. ഹൈദരാബാദ് വരെ പോകാനുള്ള പൈസ ഇല്ലാത്തോണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ ടാങ്കി കിടന്ന സിലോപ്പിയ മീൻ എടുത്ത് അമ്മ കൊടുത്ത് അച്ഛൻ അത് വിഴുങ്ങി അതിന്റെ മുള്ളിങ്ങനെ വിടർന്ന് തൊണ്ടേ കുരുങ്ങി. അങ്ങനെ അതിന് ശേഷം അച്ഛൻ കഴിക്കുന്ന ഈ ആഹാരം എല്ലാം ഈ മീൻ കഴിച്ച് വലുതായി അവിടെ ഇരുന്ന് തൊണ്ട ഇറിവി അച്ഛൻ ശ്വാസം മുട്ടി ചത്ത്. അങ്ങനെ ആ കള്ളക്കളവ് ഈ പോലീസ് ഒന്നും പറഞ്ഞു കൊടുത്ത് ഞാനാണ് മീൻ എടുത്ത് കൊടുത്തതെന്ന്. അങ്ങനെയാണ് ഞാൻ ഇവിടെ നടക്കുന്നത്. അച്ഛനെ കൊന്നെന്നും പറഞ്ഞോണ്ട്. അറിയാവോ? എത്ര വർഷം കൊണ്ട് നീ ഈ മീനെ വളർത്തുന്നുണ്ടടാ? ഞാൻ 1.5 വർഷം കൊണ്ട് വളർത്തണം. എടാ, അതിന് നീ ശകലം തീറ്റയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ നിന്റെ അച്ഛന്റെ അണ്ണാക്കി കയറിയിരുന്ന് നിന്റെ അച്ഛൻ കഴിക്കുന്നേക്ക് അത് കഴിക്കുമായിരുന്നടാ. നിന്റെ പേരിൽ ഒരു കേസ് കൂടെ എടുക്കേണ്ടി വരും. ഏത് കേസ്? മീനെ പട്ടിണി കിടത്തി കൊന്നേന്. കേരള പോലീസിന് കേസെടുക്കുക എന്തെല്ലാം കാര്യങ്ങളെന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു കേസാണ് സാറേ, എന്നെ വെറുതെ വിട്ടുകൂടി. എടാ, നിന്നെ വെറുതെ വിടണമായിരുന്നെങ്കിൽ നീ ഈ കേസിൽപ്പെട്ട് അകത്ത് വരുമ്പോ നല്ല നടപ്പ് നടക്കണമായിരുന്നു. എടാ, നിന്റെ ഭാഗത്താണ് തെറ്റ്. നല്ലൊരു ലൈഫ് ബോയ് സോപ്പ് ഇട്ട് നല്ലപോലെ കുളിച്ചിട്ട് ഇടതോട്ട് കോതി വെച്ചിട്ട് ടിപ് ടോപ്പിൽ ഒരു നടത്ത വെച്ചു കൊടുക്കാത്തത് സാറിന്റെ മുമ്പാ. അങ്ങനല്ല പറഞ്ഞത്. നല്ല നടപ്പെന്ന് പറഞ്ഞു. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 നന്നായിട്ട് നടക്കുക. ജയിലിൽ കന്നു കഴിഞ്ഞാൽ എല്ലാരുമായിട്ട് സ്നേഹിച്ച് നല്ല രീതിയിൽ പോവുക. അതാണ് നല്ല മര്യാദക്കാരൻ. ഇവൻ എന്താ കാണിച്ചെന്നറിയാം? എന്താ കാണിച്ചേ? സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരുപാട് പരിപാടികൾ നടത്തുമല്ലോ. ഇവൻ പറഞ്ഞു ഇവൻ സ്പോർട്സിൽ ബമ്പരാണെന്ന് പറഞ്ഞു. എന്താ ചെയ്തെന്നറിയാം? എന്താ സാറേ? എവിടെ കിടന്നൊരു വലിയ കാറ്റാടിക്കട എടുത്തോണ്ട് വന്ന് കുത്തി ബാഹുബലി ചാടുന്ന പോലെ മതില് ചാടി ഒറ്റ പോക്ക്. അപ്പൊ അന്ന് ഓടിയിട്ട് ഇന്നാണ് ഇവിടെ വന്ന? എവിടെ? പിന്നെ ഞാൻ വിചാരിച്ച ആ പോക്ക് പോയെന്ന്. പക്ഷെ ചാടിച്ചെന്ന് വീണത് ഇങ്ങോട്ടും മലക്കറി കൊണ്ടുവരുന്ന ലോറിക്കകത്ത്. അവര് കൊണ്ടുവന്ന് കിച്ചണിൽ തട്ടിയിട്ട് പോയി. ബുദ്ധി എന്ന് പറഞ്ഞൊരു സംഭവം വേണം. ആ ആന്ധ്രാക്കാരന്മാർ അരി കൊണ്ടുവന്ന വണ്ടി ചാടിയിരുന്നെങ്കിൽ അവിടെയെങ്കിലും പോയി അരി വിറ്റെങ്കിലും ജീവിക്കായിരുന്നു. അത് എന്തിനു നേരെ ഇങ്ങനെ ഈ പച്ചക്കറിയിലേക്ക് എടുത്ത് ചാടി കൊടുത്തു? സാറേ, ഞാൻ ഒരു കാര്യം പറയാം. നിന്ന് പുഴുക്കാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ചെയ്യണം. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? 4 മണിയാകുമ്പോ നിന്നെ തൂക്കണമായിരുന്നു. അതാണ്. അതെ. ആഗ്രഹം വല്ലോണ്ടേ പറഞ്ഞ പോലെ നിനക്ക് ആഗ്രഹം വല്ലോണ്ടേ? ആഗ്രഹമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിച്ചു തരാനൊന്നും പറ്റുന്നു. എന്റെ പൊന്നുമോനെ, മെട്രോ സ്റ്റേഷനിൽ നിന്ന് നിന്റെ വീടിന്റെ വാതിൽ കൊണ്ട് പണിയണമെന്ന് പറയരുത്. ഇല്ല. അതിനേക്കാളും വേറെ എന്തെങ്കിലും ചെറുതായിട്ടുള്ള ആഗ്രഹം വല്ലോ? മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന ഒരു ആഗ്രഹം. എനിക്കൊരു പാട്ട് കേൾക്കണമെന്നൊരാഗ്രഹമുണ്ട്. പാട്ടാ? പാട്ടെന്തോ? വീട്ടിലെ പാട്ട് തന്നെ ഇപ്പൊ എത്ര പാട്ട് വേണം? ഞാൻ പാടുന്നില്ലേ? പുത്തം പുതുക്കാലം കമിട്ട നേരം കൊലുസുട്ട മോഹങ്ങൾ എഴുന്നള്ളും നീരുവഴിയേ. സമയം. ഇതെന്താ സാർ ഇങ്ങനെയാണോ? എന്താ സാർ നമ്മൾ തൂക്കിയിട്ട് പോണം സാറേ. ഇവിടെ മൊബൈലിനകത്തെങ്കിലും ഒരു പാട്ട് വെച്ച് കൊടുക്കും. മൊബൈലിലെ പാട്ട് എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് ഒരു ഫീമെയിൽ പാട്ട്, പെണ്ണുങ്ങൾ പാടുന്ന പാട്ട് വേണം. ഓ, ഇനി ഈ വെളുപ്പാൻ കാലത്ത് ഞാൻ നിനക്ക് പെണ്ണിനെ എവിടെയെങ്കിലും പോയി കൊണ്ടുവന്നിട്ട് പാടിക്കാം. സാറൊരു പെണ്ണ് പോക്കർത്തരം പറഞ്ഞ ഇടിച്ചിന്റെ ഡിസ്ക് ഞാൻ വെള്ളത്തിലാക്കും. അതല്ല, സാറൊരു പെണ്ണിന്റെ പാട്ട് എനിക്ക് കേൾപ്പിച്ച് തരണമെന്നാ ഞാൻ പറഞ്ഞത്. ആലോചിച്ച് നോക്കി, ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിപ്പോ പെണ്ണിന്റെ പാട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വനിതാ പോലീസ് ഉണ്ടോ? നിന്റെ പാട്ടെന്നൊക്കെ പറയുമ്പോ നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റും. മരുഭൂമി
ദാഹജലം തരുമോ? മൂത്ത മോനെ കണ്ടിട്ടുണ്ടോ? ജിമ്മ ജിമ്മ് കേട്ടാ ദാഹജലം തരുവാ. സാറ് പാടാനാണ് ഞാൻ പറഞ്ഞത്. നീ പിന്നെ എന്തൊക്കെയാണ് ഇവിടെ കിടന്ന് പറയുന്നത്? 4 മണി കഴിഞ്ഞാൽ നിന്നെ തൂക്കാൻ പറ്റത്തില്ലടാ. എനിക്ക് ഈ ആഗ്രഹം ഇല്ല, എനിക്ക് ഈ ആഗ്രഹം വേണ്ട. വേറെ ഏതാ ആഗ്രഹം എന്ന് പറ. സാറേ, ജീവിതത്തിൽ ഞാൻ വലിയ സന്തോഷമൊന്നും അനുഭവിച്ചിട്ടില്ല. സിഗരറ്റ് വലിച്ചിട്ടില്ല, അങ്ങനെ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ചാവണേന് മുമ്പ് ഒരെണ്ണം അടിച്ചാൽ കൊള്ളുന്നുണ്ട്. സംഭവം നീ പറഞ്ഞതിനകത്ത് എനിക്ക് കുറച്ച് മനസാക്ഷിയൊക്കെ ഉണ്ട്. കാരണം ഞാൻ സൂപ്രണ്ടായി പോയി. പക്ഷെ ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല, മനസ്സിലായ? മദ്യം ഇവിടെ അലൗഡ് അല്ല. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഒരു പക്ഷേ ഇതൊക്കെ ആയിട്ടല്ലടാ നീ ഇങ്ങോട്ട് കയറി വന്നത്. ഞാൻ കോഴിയെ കണ്ടിക്കാൻ വന്നല്ലേ, ഇവനെ തൂക്കാൻ വന്നതാണ്. ഞാനും മനുഷ്യനാണ്, ധൈര്യം വേണം എനിക്ക്. കൊള്ളാം. ഇതായ കൊണ്ട് മാത്രം എനിക്ക് എന്റെ പെർമിഷനോടെ അല്ല, മനസ്സിലായില്ലേ? കേട്ടോ, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. പെട്ടെന്ന് തീർക്കാം സാറേ. ഒന്നുമില്ല, സിമ്പിള്. നല്ല നേരത്തെ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. മിക്സ് ആണ് ചേട്ടാ, അതെ, വെള്ളം മിക്സ് ആണ്. അത് നന്നായി. ആദ്യമായിട്ടാണ്. കുഴപ്പമില്ല സാറേ. എന്താടാ ആദ്യമായിട്ടാണ്. ഒരു കമ്പനി ഇല്ലാതെ എങ്ങനെ സാറേ കഴിക്കും? എടാ, ഇത് നിനക്ക് ഞാൻ പറഞ്ഞു. ഞാൻ അമ്മയൊരു കമ്പനി കൊടുത്ത കഴിയടാ. ഏറ്റവും നല്ല കമ്പനി ഞാനല്ലേ. അല്ല, അങ്ങനെയല്ല. ഇത് കൂടെ ഒരാൾ കൂടെ കഴിക്കുമ്പോ എന്റെ പൊന്നെ, ഇത് അതെ തന്നെ. ഇത് മറ്റേ അപ്പനും അമ്മയ്ക്ക് കൊടുക്കണ്ടേ? എന്തിന് അപ്പന് കൊടുക്കണ്ടേ? അവര് ജീവിച്ചിരുന്നപ്പോ അവരെനിക്ക് തന്നാ. അവരൊറ്റയ്ക്ക് വഴി ചോദിച്ചു കുടിച്ചിട്ട് ഞാൻ കൊടുക്കണം. എന്തിനാ അപ്പൻ? അടി 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 കട്ടക്കടിക്കണം. അടി 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 അടി. ഒരു മണം ആണോ? ഒരു സ്മെല്ല് എനിക്ക് ആദ്യമായിട്ടാവണ്ടേ. ഇത് നടക്കൂല. മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടടി. മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടടിയടാ. മൂക്ക് പൊത്തിയടി. ചാറ്റമുട്ടി ചാകും. ഇവിടെ തൂക്കാൻ പറ്റത്തില്ല. അതിനു സ്വന്തമായിട്ട് ചാകുമെന്ന് തോന്നുന്നു. ഇത് എനിക്ക് പറ്റില്ല. അതാണ് ഒരു മണം. പൊത്തിയടി അറിഞ്ഞൂടെ? എന്ത് പറയാൻ. ഇതാ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ആണുങ്ങൾ പ്രയോഗിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്റെ ഭാര്യയുടെ പേര് ഞാൻ അങ്ങ് ഓർക്കും. നോക്കിക്കോളണേ. പാവൂക്കോണം ബീന. അറിയാതെ ഇറങ്ങി പോകും, ഒരു സ്മെല്ലും ഇല്ല. പിന്നെ പക്ഷെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. വേറെ ആരെങ്കിലും ഭാര്യയുടെ പേര്? ഹലോ, എങ്ങനെ ഈ ഭാര്യയുടെ പേര് ഓർത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇറങ്ങി പോവോ? പിന്നെ അവരെ മുഖം ഡ്യൂട്ടിയിലായി പോയി. ഡ്യൂട്ടി ഏതെങ്കിലും ബാർ ചെന്ന് ഗ്രേസി എന്നും പറഞ്ഞടിക്കണം. അല്ല, എനിക്ക് അടിയടാ കാരണം അടി ഇതിനൊക്കെ കൊള്ളാം. എന്തിനാടാ കണയുന്നത്? സമയം പോണടാ സാറേ. ഒരച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ മോനാ ഞാൻ. നമ്മളാ സമ്മതിക്കാത്ത. എനിക്കൊരു ചേട്ടന്റെ സ്നേഹം കിട്ടിയിട്ടില്ല സാറേ. വേറെ ആരുമില്ലേ? ഇല്ല. ഇങ്ങോട്ട് നോക്കടാ. എവിടെ? എന്റെ ചേട്ടനാണ് ഇരിക്കുന്നത്. ചേട്ടനാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്റെ ചേട്ടനാ സാറേ. എന്റെ ചേട്ടൻ. ഓ, കഴി കഴി കഴി. ഈ അനിയനെ കൊല്ലോ ചേട്ടാ. ഈ അനിയനെ ചേട്ടൻ തൂക്കി കൊല്ലു. ചേട്ടാ, ഇതോടെ കൂടി കൊല്ലണമെന്ന് പറഞ്ഞാ ചേട്ടൻ പറ. ഈ അനിയനെ തൂക്കി കൊല്ലോ ചേട്ടാ. അതെങ്ങനെയാടാ എന്റെ കൂടെ പറഞ്ഞ ഞാൻ തൂക്കി കൊല്ലുന്നു? ഞാൻ സമ്മതിക്കോ? അത് തന്നെ. അത് കൊല്ലാൻ പറയുന്നവൻ ആദ്യം ഞാൻ കൊല്ലും. ഈ സാറാണ് കൊല്ലാൻ പറയണത്. എന്റെ അനിയനെ തൂക്കി കൊല്ലുന്നു സാറ്. എന്റെ അനിയൻ സാറിന് തൂക്കി കൊല്ലുന്നു. എടാ, നീ ആരാച്ചാരൻ? ഇവന് ഇപ്പൊ 4 മണിക്ക് തൂക്കണം. നീ തൂക്കിട്ട് പോടാ. സാറിനെ ഞാൻ തൂക്കി കൊല്ലും. അതിനെ തൂക്കി കൊല്ലേണ്ട കാര്യം എന്തോ? എന്റെ അനിയനെ തൂക്കി കൊല്ലേണ്ട കാര്യം എന്ത്? അതെന്ത് വർത്തമാനാണ് പറയുന്നത്? പിന്നെ എടാ, ഇവനെ ഇന്ന് തൂക്കണ്ടതാണ്. 4 മണി കഴിഞ്ഞാൽ അത് പറ്റില്ല. എന്റെ ജോലി പോവും. ഞാൻ ഇവനെ തൂക്കാൻ സമ്മതിക്കത്തില്ല. അവൻ എന്ത് നല്ലൊരു ചെറുപ്പം. സാറേ, എടാ, അങ്ങനെ പറഞ്ഞ ഞാനൊരു കാര്യം പറയാം. ഇത് നടക്കൂല. ഞാൻ അങ്ങ് തൂങ്ങിച്ചാത്തല. അയ്യോ, ഇത് ഒരു ബാലൻസ് ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് ഒരാ ഒറ്റയ്ക്ക് അങ്ങ് ചാടിക്കടിച്ച. ഇത് ഞാനല്ലേ ഇത് ബാലൻസ് ചെയ്ത് ആ കയറൊക്കെ പിടിച്ചു വെച്ചത്. അത് ഒരു ബാലൻസ് ഉണ്ടാ. റൂൾ ഉണ്ട്, റൂള്. നിനക്ക് ഒറ്റക്ക് ചാവാൻ പറ്റൂല. ഇവ സഹായിക്കണം. കൊല്ലണ്ട. എന്റെ അനിയനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. കഴിഞ്ഞു. എന്ത് സമയം കഴിഞ്ഞ് അങ്ങോട്ട് നോക്കും. വാച്ച് നോക്ക്. സമയം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ? 4 മണി 4 മണി കഴിഞ്ഞ്
കഴിഞ്ഞ് അതുകൊണ്ട്? ഇനി എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റൂല. ഒരു കൊല്ലണ്ട സാറേ. അങ്ങനെയാണല്ലോ വിധി. സാർ ആദ്യം പറഞ്ഞായിരുന്നോ 4 മണി കഴിഞ്ഞാൽ എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? എടാ ഇതിപ്പോ എന്ത് പണിയാണ് ഈ കാണിച്ചത്? നീ ഒരുത്തനാണ് ഇതൊക്കെ വരുത്തി വെച്ചത്. നീ ഒരുത്തനാണ് ഇതൊക്കെ വരുത്തി വെച്ചത്. നീ ഒരുത്തനാണ് ഇതൊക്കെ വരുത്തി വെച്ചത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അടിച്ചാന്റെ പേടയാൻ സാറിന്റെ ജോലി സാറിന്റെ ജോലിയും പോവും. എന്റെ ജോലി എങ്ങനെ പോവും? നമ്മൾ 3 പേരെ അത്ര അല്ല, ഒരാളും കൂടി ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അതാര്? ഇരിക്കുന്ന CCTV. അപ്പൊ എന്റെ തൊപ്പി ഗോവിന്ദ്